ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു ഞാൻ എൻ്റെ ഹോമിൻ്റെ വിശദമായ ഒരു ടൂർ കാണിച്ചു തരാമെന്നുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് റൂമിലിപ്പോൾ ഞാനും അനഘി മാത്രമേ ഉള്ളൂ, വേറെ ആരും എല്ലാവരും വർക്കിന് പോയിക്കാണ്, വരാൻ സമയം വയ്ക്കണ്. അപ്പോൾ എന്തായാലും റോഡ് സൈഡ് ആയ കാരണം കൊണ്ട് നല്ല ഒച്ചന് ഡിസ്റ്റർബൻസ് ഉണ്ടാവും കേട്ടോ, കാര്യമാക്കരുതേ. അപ്പോൾ എന്തായാലും ഞാനിന്ന് വീടിൻ്റെ ഒരു വിശദമായ വീഡിയോ കാണിച്ചു തരാം. ഞാൻ ഫസ്റ്റ് കയറുന്നത് മുതൽ തന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒപ്പം ഒരു ഹോം ടൂർ ചെയ്യാം. നമുക്ക് ഇങ്ങനെ ഒരു വീടാണ് വരുന്നത്. പിന്നെ അടിയിൽ ഒരു ഫാമിലി ഉണ്ട്, മേലെയാണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ. ഇതാണ് ഞങ്ങൾ സ്റ്റെയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ മേലെ കൂടെയാണ് ഞങ്ങൾ കയറി പോവുക. അയ്യോ എൻ്റെ ഷുട്ടുമണി സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്കൂട്ടിനെ വലുതായിട്ട് നോക്കാറൊന്നുമില്ല. കുറച്ച് ചെളിയൊക്കെ പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ട്, കഴുകണം. ഇവിടെ വന്നതിന് ശേഷം കഴുകിയിട്ടില്ല. ഞാൻ അവിടെ കൊണ്ടതിന് ശേഷം ഒരു പ്രാവശ്യം മഴയേറ്റ് കൊണ്ടുപോകുന്നു, അല്ലാതെ വെള്ളം കണ്ടിട്ടില്ല എൻ്റെ വണ്ടി. അപ്പോൾ എനിക്ക് വണ്ടിനൊക്കെ ഒന്ന് കഴുകണം. അതൊക്കെ ഒരു ദിവസം ഇന്നത്തെ വീക്ക് ഓഫ് ഞാൻ ചെറുതായിട്ട് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്ടാണ്, അങ്ങനെ വൃത്തിയാക്കി തിരുമ്പാണ്ടാണ്, അങ്ങനെ തിരുമ്പിയിട്ടിട്ടൊക്കെ സമയം പോയി. അത് കാരണം കൊണ്ട് ഇന്ന് കഴുകാൻ പറ്റിയില്ല. വേറൊരു ദിവസമാണ് കഴുകാൻ. അത് നമുക്ക് വേറൊരു വ്ളോഗിൽ കാണാൻ. ഇന്ന് നമുക്ക് സ്കൂട്ടറെ മാറ്റി വെച്ച് നമുക്ക് വീട് കോൺസെൻട്രേറ്റ്. പിന്നെ നമ്മൾ ഈ സ്റ്റെയർ കയറി ഇങ്ങനെ മേലേക്ക് വരിക കേട്ടോ ചെയ്യുക. ഇവിടെ നിന്നുള്ള വ്യൂ ആണിത്. ഞങ്ങൾക്ക് ഇപ്പുറത്ത് തന്നെ ഇരുമ്പാമ്പുളിൻ്റെ മരമുണ്ട്, വേപ്പിനെല്ലാം മരമുണ്ട് കേട്ടോ. എന്തെങ്കിലും ആവശ്യം വന്നാൽ മെല്ലെ അയൽവാസിൻ്റെ വീട്ടിൽ നിന്ന് പറിച്ചാൽ മതി. എന്തൊരു സുഖം. ഇങ്ങനെയാണ് എൻട്രി കിടക്കുന്നത് കേട്ടോ. മുമ്പിൽ കുറേ ചെരുപ്പുകളുണ്ട്, അത് ഞങ്ങളൊന്നും ഒതുക്കി വെച്ചിട്ടില്ല. കുറേ ചവിട്ടുകളുണ്ട് കേട്ടോ. ഈ ഭാഗത്തുനിന്ന് വെയിൽ വരുമ്പോൾ അത് അടിക്കാതിരിക്കാനാണ് തോന്നുന്നു. അങ്ങനെ ഇതാണ് ഉള്ളിലേക്ക് കയറുന്ന വഴി. അവിടുന്ന് ഇവിടെ ഉള്ളിലോട്ട് എൻട്രി ചെയ്താൽ ഇതാണ് ഹാളിൻ്റെ സ്പേസ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ബേസ് വരുന്നത്. ഇത് ടി വി ആണ് കേട്ടോ. ടി വിൻ്റെ കണക്ഷൻ ഞങ്ങൾ കൊടുത്തിട്ടില്ല, കാരണം നമുക്ക് ഫോൺ ഉണ്ടല്ലോ, ടി വി അത് കാണില്ല. പിന്നെ കറണ്ട് ബില്ല് ഞങ്ങൾ തന്നെ കൊടുക്കണം. 2 മാസം ഒരിക്കലുള്ള കറണ്ട് ബില്ല് വരിക. അപ്പോൾ ടി വി വേണ്ടാന്ന് ഞങ്ങൾ തന്നെ പറഞ്ഞു, വേണേൽ കണക്ഷൻ എടുത്തരാന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമുക്ക് ആവശ്യമായിരുന്നു, വേണ്ട പറഞ്ഞു. കാരണം ടി വി കാണില്ല, വെറുതെ കണക്ഷൻ എടുത്തിട്ട് അതിൻ്റെ ബില്ലും കൂടി കൊടുക്കാൻ നിൽക്കണം, അതിന് വരിക. അതുകൊണ്ട് ടി വിൻ്റെ കണക്ഷൻ എടുത്തിട്ടില്ല. ടി വി ഉണ്ട്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെക്കാൻ, വേണ്ടെന്നുണ്ടെങ്കിൽ വെക്കണ്ട. ഇവിടെ എത്രയും സൗണ്ട് വരാൻ കാരണം വെച്ചാൽ തൊട്ടപ്പുറത്ത് ഇന്ത്യൻ ഗ്യാസ് ആണ് കേട്ടോ. അങ്കമാലി ഇന്ത്യൻ ഗ്യാസ് സൊസൈറ്റി ഗ്യാസിൻ്റെ ഗോഡൗൺ ആണ്. അതുകൊണ്ട് അവിടുത്തെ വണ്ടിയുടെ സൗണ്ടിന് ഇഷ്ടം പോലെ ഗ്യാസ് മേടിക്കാൻ നല്ല സുഖമാണ്. അപ്പുറത്ത് വരിക ചേട്ടാ 2 വീട് ഇപ്പുറത്തൊക്കെ ഒരു ഗ്യാസ്, അങ്ങനെ വേണം പറയാൻ പറ്റൂട്ടോ. കാരണം ഈ വീട് കഴിഞ്ഞ് ഒരു വീട്, അത് കഴിഞ്ഞ് അപ്പുറത്ത് തന്നെ ഗ്യാസിൻ്റെ ഗോഡൗൺ ആണ്. ഞാൻ ഇടയ്ക്കൊക്കെ പ്രാർത്ഥിക്കും, ഈശ്വര ഗ്യാസിനൊന്നും പറ്റേണ്ടത്. അപ്പോൾ കറക്റ്റ് വീഡിയോ കൊള്ളാക്കുന്നു. അപ്പോൾ ഹാള് ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ ഒന്ന് ബാക്ക് ക്യാമറ എടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം. വൃത്തി ആക്കിയിട്ടില്ല, വേറെ കാര്യങ്ങൾ വൃത്തി നോക്കി നിൽക്കിയത്. കാരണം ഞങ്ങൾ വന്നിട്ട് ചൂല് തുടപ്പ് കാരണം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അടിച്ചു വരാൻ തുടക്കി ഇമാതിരി സംഭവങ്ങളൊന്നും വന്നതിന് ശേഷം ചെയ്തിട്ടില്ല. അതൊക്കെ മേടിച്ചിട്ട് വേണം. അപ്പോൾ വൃത്തി എല്ലാവരും കണ്ണടച്ച് ബാക്കി സാധനങ്ങൾ കാണുക കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി കാണിച്ചു. ഇവിടെ ഇങ്ങനെ ഒരു ഷെൽഫ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ ഇതേപോലൊരു ഷോക്കേസ് ഉണ്ട്, 2 ചെയർ, പിന്നെ ഈ ടേബിള് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഫുൾ ഫർണിഷ്ഡ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഹാള് വരുന്നത് കണ്ടോ. പിന്നെ ഹാളിൽ നേരെ സ്ട്രൈറ്റ് പോന്നാൽ വരുന്നത് കിച്ചണാണ്. കിച്ചൺ അത്യാവശ്യം നല്ല വലിയ കിച്ചണാണ് കേട്ടോ. ഇവിടെ മിക്സി ഇരിക്കുന്നുണ്ടായിരുന്നു, സ്റ്റൗ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്യാസ് ഇപ്പോൾ എന്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കിംഗ് തുടങ്ങണം. പക്ഷെ അതിന് 2-3 ദിവസം കൂടി കഴിയും, അത് കഴിഞ്ഞ് കുക്കിംഗ് തുടങ്ങാൻ പറ്റും. കാരണം പാത്രമൊക്കെ മേടിക്കാണ്ട്, സാധനങ്ങൾ മേടിക്കാണ്ട്. അപ്പോൾ കിച്ചണിൽ ഫ്രിഡ്ജ്, സ്റ്റൗവ്, ഗ്യാസ്, പിന്നെ മിക്സി, ഈ സംഭവങ്ങൾ ഒക്കെ ഇവിടെ ഉള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ കിച്ചണും അത്യാവശ്യം നല്ല വലിയ കിച്ചണാണ്. നമ്മളൊരു വീട്ടിലൊക്കെ ഇങ്ങനെ കിച്ചൺ ഉണ്ടാവുക അതേപോലത്തെ ഒരു കിച്ചണാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മൊത്തത്തിലൊന്ന് കാണിച്ചു. ഇതാണ് കേട്ടോ ഫ്രിഡ്ജ് വരുന്നത്. ഒരു മീഡിയം സൈസുള്ള ഫ്രിഡ്ജാണ്. ഇതിനുള്ളിൽ ഇപ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും വെച്ചിട്ടില്ല. ജാമുണ്ട്, പിന്നെ എല്ലാവരും കുപ്പി വെള്ളം തണുപ്പിക്കാൻ വേണ്ടി വെച്ചിടുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും യൂസ് ആക്കാൻ തുടങ്ങിയിട്ടില്ല. പിന്നെ ഇവിടെ ഞങ്ങൾ സാധനങ്ങൾ ഇരിക്കുകയാണ്. സ്റ്റൗ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു, മിക്സി ഉണ്ടായിരുന്നു. ഇങ്ങനെ കേട്ടോ കിച്ചണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ് ഞങ്ങൾക്കുള്ളത് കേട്ടോ. ഈ ഒരു ഡോറ് തുറക്കുമ്പോൾ ഇവിടെ പുറത്ത് വർക്ക് ഏരിയ ആണ് കേട്ടോ. ഇവിടെ പുറത്ത് ഞങ്ങൾ ഡ്രസ്സുകൾ ഉണക്കിയിടുന്ന സ്ഥലമാണ് കണ്ടോ. ഇവിടെ എത്രയും സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കയറുമ്പോൾ അവിടെ ബാക്ക് സൈഡ് നമ്മളെ മേൽഭാഗത്തേക്ക് എത്തുന്ന സ്റ്റെപ്പാണ്. അതിന് മേലേക്ക് ഞാൻ കയറി വെക്കിയിട്ടില്ല സത്യം പറഞ്ഞാൽ. പക്ഷേ ഇവിടെ ഞങ്ങൾ കുപ്പായ ഉണക്കിയിട്ടിട്ട് പോകും. പിന്നെ ഇതിൻ്റെ ഇവിടെ കിച്ചണിൻ്റെ ജനലാണ്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അവിടെ എൻ്റെ റൂമിൻ്റെ ജനലാണ് ഗൈസ്. ഇത് ഞാൻ അപ്പുറത്ത് കൂടെ കാണിച്ചു. ഇവിടെ എന്ന് പറയുന്നത് ഇത് ഒരു റൂമാണ്, അതും ഒരു റൂമാണ് കേട്ടോ. അവിടെ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട്. ഇവിടെ ഞാൻ ആദ്യം എൻ്റെ റൂം കാണിച്ചു തരാം. ഞാനും വേറെ ഫ്രണ്ടും കൂടി കിടക്കുന്ന റൂമാണ് കേട്ടോ. ഇതാണ് ഇവിടെ കുറച്ച് വലിയ റൂം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ റൂമാണിത് കേട്ടോ. വൃത്തിൻ്റെ കാര്യം നോക്കണ്ട, വേറെ കാര്യം ഞാൻ പറഞ്ഞത് അടിച്ചു വാരി കൂട്ടിയിട്ടൊക്കെയാണ്. ഞാൻ കാറോട് തട്ടിയിട്ടൊക്കെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ബെഡ്, ടേബിള്, പിന്നെ അവിടെ തന്നെ കണ്ണാടി ഉണ്ട് ഷെൽഫിൻ്റെ ഉള്ളിൽ. പിന്നെ ഹാങ്കറുകൾ ഓൾറെഡി ഉണ്ടായിരുന്നു. ഞങ്ങളെ ബാഗ് വെക്കാനായിട്ട് കറക്റ്റ് ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയി ബാഗ് വെച്ചു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ പുറത്ത് ഉണക്കിയിട്ട് കാണാൻ പറ്റുന്നുള്ളത്, അതാണിത് കേട്ടോ. ഇതാണ് നമ്മുടെ 2ാമത്തെ റൂം. ഇവിടെ എടുത്ത് കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. അയ്യോ
ഓഫാണ് കേട്ടോ ഗൈസ്, അതുകൊണ്ടാണ് ഈ കിടക്കണത്. എനിക്ക് ഓഫാണ് വേറെ കാര്യം. ഇവിടെ സെയിം അതേപോലെ തന്നെ നമുക്ക് AC ഉണ്ട്. AC ഇടറി അതെ കറണ്ട്. ആ ശരിയാ, ഞാൻ പറഞ്ഞ 2 മാസത്തിൽ ഒരിക്കലും ഞങ്ങൾ കറണ്ട് ബില്ല് കൊടുക്കണം. അതുകൊണ്ട് AC ഞങ്ങൾ വർക്ക് ചെയ്യും. 2 റൂമിൽ AC ഉണ്ട്, പക്ഷെ തൊട്ടുമില്ല. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, കട്ടില്. ഇത് ചെറിയ റൂം ഇവൾക്ക് കൊടുത്തു ഞാൻ. ഓ ഓ അപ്പൊ ഇത് ഇവളതും പെർമനന്റ് റൂമാട്ടോ. ഉറങ്ങിക്കോ. ഞാൻ വൃത്തിയാക്കണം അവിടെ. കമന്റ് കേട്ടോ ഗൈസ്, ഈ റൂമാണ് വൃത്തി, ആ റൂമാണ് വൃത്തി. ഞാൻ കാണിച്ചു തരാം നേരം പോലെ കേട്ടോ. ഇതാണ് ഈ റൂം. അപ്പുറത്തെ റൂം എടി, അപ്പുറത്തെ റൂം ഞാൻ വൃത്തിയാക്കിയടി. പക്ഷെ അടിച്ചു വരെ ഉറങ്ങി കിടന്നറിയുക നീപ്പിക്കണ്ട. സോറി ഫോർ ദി ഡിസ്റ്റർബൻസ്. ഉറങ്ങിക്കോ. ബൈ. അപ്പോൾ ഇതാണ് ടോട്ടലി ഞങ്ങളെ റൂം എന്ന് പറയണത്. ഇതിൻ്റെ റെൻറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത് വെച്ചാൽ 15 രൂപയാണ് റെൻറ്റ് വരുന്നത്. അപ്പോൾ 4 ആൾക്കാരുള്ള കാരണം കൊണ്ട് ഒരാൾ 3,750 എടുക്കുന്നത് കേട്ടോ. അപ്പോൾ വലിയ നഷ്ടമായിട്ട് ലാഭമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മുന്നേ നിന്ന സ്ഥലത്ത് 4000 രൂപയെന്ന് റെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ഞങ്ങൾ 4 ഷെയറിങ് ആയിരുന്നു. ഒരു റൂമിൽ തന്നെ 4 ബെഡ് ഇട്ടിട്ട് 4 ആൾക്കാരുള്ള ഷെയറിങ് ആയിരുന്നു. അപ്പോൾ അതിന് 4000 രൂപയായിരുന്നു. ഇതിന് വെറും 3,750 ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ടും ഇതാണ് ലാഭം എന്ന് തോന്നി. പിന്നെ ഇത് ഫുൾ ഫർണിഷ്ഡ് ആണ്, നമുക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആണ്. 2 റൂമും ഉണ്ട്, 4 ആൾക്കാർ. പിന്നെ 2-2ആയിട്ടാണ് കിടക്കുകയും ചെയ്യാമല്ലോ. പിന്നെ കൂടെ തന്നെ സ്റ്റൗവും ഫ്രിഡ്ജും എല്ലാ കാലവും ഉണ്ടാകും. 2 മാസം ഒരിക്കലും കറണ്ട് ബില്ല് അടച്ചാൽ മതിയല്ലോ, വലിയ പൈസ ഒന്നും ആവില്ല. 2 മാസം ഒരിക്കലല്ല. ഞങ്ങൾ കുറേ ഒന്നും എല്ലാ ആൾക്കാരും വീട്ടിലുണ്ടാവും, പക്ഷെ കുറേ ഒന്നും ലൈറ്റ് ഫാൻ അങ്ങനെ നടക്കുന്നില്ല. AC ഞങ്ങൾ ഇടില്ല, കാരണം ഞങ്ങൾ പൈസ കൊടുക്കണ കാരണം കൂടി ഞങ്ങളത് ശ്രദ്ധിക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ പോസിറ്റിവിറ്റി എന്താന്ന് പറയുന്നുണ്ടെങ്കിൽ നല്ല ചുറ്റുപാടാണ്. ഞാൻ എൻ്റെ ചുറ്റുപാട് കാണിച്ചു തരാം കേട്ടോ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഗൈസിന് ചുറ്റുപാട് ഇങ്ങനെയാണ്, നല്ല പച്ചപ്പും നല്ല രസമാണ്. ഈ വീട് ഞാൻ നോട്ടിട്ട് വെച്ചിരിക്കണം കേട്ടോ. പട്ടാമ്പിലൊരു വെള്ള വീടുണ്ട്, അതിൻ്റെ മുമ്പിൽ നിന്നാണ് എപ്പോഴും ഫോട്ടോ എടുക്കാറ്. അതേപോലെ ഈ വീട് ഞാൻ നോട്ടിട്ട് വെച്ചിരിക്കണം, ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഇൻസ്റ്റത്തെ പോസ്റ്റിൽ ചിലപ്പോൾ ഈ വീട് കാണാവുന്നതാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ നോക്കിയിട്ട് ഈ ഭാഗത്തേക്ക് തിരിച്ചാൽ ആ കാണുന്ന റേഷൻ കട, ഈ കാണുന്നത് സ്വർണ്ണ വായ്പ്. ഗൈസ് അവിടെ സ്വർണ്ണ വായ്പ ഉണ്ട്. പക്ഷേ ഞാൻ നാട്ടിലേക്ക് പോയ സമയത്ത് ഞങ്ങൾക്ക് സ്വർണ്ണം മോതിരം ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിലാണ് മോതിരം അമ്മക്ക് ഊരി കൊടുത്തു. അല്ലെങ്കിൽ വായ്പിനൊക്കെ വെക്കാമായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ കയ്യിൽ സ്വർണ്ണമൊന്നുമില്ല, ആകെ ഒരു കമ്മൽ മാത്രമാണ്, വേറെ ഒന്നും കയ്യിൽ ഇരിപ്പില്ല. അതുകൊണ്ട് മമ്മിയെ രക്ഷപ്പെട്ടു, ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പിന്നെ അത് എടുക്കാൻ വേണ്ടി നടക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ എസ്തെറ്റിക് വൈബായ കാര്യങ്ങൾ പറഞ്ഞത്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല, കുറച്ച് ഉള്ളിലോട്ടുള്ള സ്ഥലമാണ്. ഇവിടെ പെട്ടിക്കട പോലത്തെ കടകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഭയങ്കര സൂപ്പർ മാർക്കറ്റ് അല്ല, മിനി സൂപ്പർ മാർക്കറ്റ് പോലും ഇവിടെ കിട്ടില്ല. ഇങ്ങനത്തെ പെട്ടിക്കടകൾ മാത്രമേ ഇവിടെ കിട്ടുള്ളൂ കേട്ടോ. അത് ഒരു ചെറിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഒരു ഇൻകൺവീനിയൻസ് കുറവ് തോന്നുന്നുണ്ട്. കാരണം നമുക്ക് അതേ സാധനം മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകേണ്ടി വരും. എനിക്ക് സ്കൂട്ടറിൽ കാരണം കൊണ്ട് കുഴപ്പമില്ല, സ്കൂട്ടറിലേക്ക് പ്രശ്നമായി. പിന്നെ ഇവിടെ ഈ കിണറുള്ള കാരണം കൊണ്ട് വെള്ളത്തിന് ബില്ല് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞങ്ങൾക്ക് കിണറ്റിൽ നിന്നാണ് വെള്ളം വരുന്നത്. കുടിക്കാനുള്ള വെള്ളമൊക്കെ പൈപ്പിൽ നിന്ന് എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്ന് വിളിക്കാനായിട്ടൊരു കെയർ ടേക്കറിൻ്റെ നമ്പറുണ്ട്. അവരെ വീട് ഈ വീടിന് തൊട്ട് ബാക്കിൽ ഇവിടെ ഒരു വീടുണ്ട്. ആ വീട്ടിലത്തെ ആളാണ് കെയർ ടേക്കർ എന്ന് പറഞ്ഞത്. അപ്പോൾ അവർക്ക് വിളിച്ചാൽ മതി, എന്താവശ്യം എന്നാണ് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീട് ഒരു DYSPൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ DYSPൻ്റെ വീടായ കാരണം ഞങ്ങൾക്കൊരു പേടി, സൂക്ഷിച്ച് വെക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അടിച്ചു വരെ തുടച്ചിട്ടുമില്ല. അത് ഞങ്ങൾക്ക് സാധനം കിട്ടാത്ത കാരണം കൊണ്ടാണ്. കിട്ടിയ ഞങ്ങൾ വൃത്തിയാക്കി വെക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു റൂമിനെ പറ്റിയിട്ട് പറയാനുള്ളത്. നല്ല റൂമാണ്. ഞങ്ങൾ കുറച്ചും കൂടി നിന്ന് വെച്ച് നോക്കുമ്പോൾ ഇത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം സ്പേസ് ആയിക്കോട്ടെ, കുറച്ചും കൂടി എല്ലാ കാര്യങ്ങൾക്കും കുറച്ചും കൂടി നല്ലത് ഈ ഒരു റൂമാണ്. റെൻ്റായത് കാരണം കൊണ്ടും നല്ല ലാഭമായിട്ട് തോന്നുന്നുണ്ട്. ഒരു പ്രശ്നം എന്താ വെച്ചാൽ കൊച്ചിയിൽ നല്ല വെയിലാണ്. നല്ല വെയിൽ. ഞാൻ കരിഞ്ഞില്ലാണ്ടായിക്കണത് വേറെ കാര്യം. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാണ്ടെന്നറിയില്ല, ചിലപ്പോൾ കാണാനുണ്ടാവുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഭയങ്കര ആവിയാണ്, നല്ല ആവിയാണ്. ഫാൻ ഇട്ടാലും ചൂട് കാറ്റാണ് വരിക. അപ്പോൾ AC ഇടണമൊക്കെ തോന്നും, പക്ഷെ കയ്യിൽ നിന്ന് പൈസ പോകണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ AC ഇടുക. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ല ചൂട് വരുന്ന സമയത്ത് എല്ലാവരും കൂടി ഒറ്റ റൂമിൽ കിടന്നിട്ട് AC ഇടുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ സഹിക്കാവുന്ന ചൂടുള്ളൂ, പക്ഷെ ഒരു ആവിയുണ്ട്. കിടക്കുമ്പോഴൊക്കെ ഒരു വിയർപ്പ്, എപ്പോഴും വിയർത്തുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ ചെറിയ പ്രശ്നം നല്ലത്, ബാക്കി വെച്ച് നോക്കുമ്പോൾ ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇതാണ് ഹോം ടൂർ എന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ് ഹോമിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ എന്താണെന്ന് ഞാൻ ചിന്തിച്ചുണ്ടാക്കട്ടെ. അടുത്ത വീഡിയോ ചിലപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലെല്ലാം സെറ്റ് ചെയ്ത് വെക്കണതാവും, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോകണതാവും. കാരണം പെരുന്നാൾക്ക് ലീവ് കിട്ടിയിട്ടുണ്ട് എനിക്ക്, അപ്പോൾ ഞാൻ വീട്ടിൽ പോകും. അപ്പോൾ എന്തായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ.